എല്ലാവർക്കും മുത്തപ്പൻ്റെ നാട്ടിൽ നിന്നും ഒരു നമസ്കാരം. ഞാനിപ്പോൾ പോകുന്നത് കണ്ണൂരുള്ള പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ടെമ്പിളിലാണ്. ഇവിടെ വരണം എന്നുള്ളത് വളരെ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നം തന്നെയായിരുന്നു. അത് എനിക്ക് ഈ ഒരു 3 ദിവസത്തിൽ സാധിക്കാൻ പറ്റി. ഞാനിപ്പോൾ കണ്ണൂരാണ് ഇനി ഒരു 2-3 ദിവസമുള്ളത്. ഇവിടെയുള്ള മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യുക, പിന്നെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച മുത്തപ്പൻ ടെമ്പിളിലൊന്ന് വരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ കോട്ടയത്ത് നിന്ന് കണ്ണൂരിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു അനുഭൂതി, അതെനിക്ക് വാക്കുകൾ കൊണ്ട് ഒരിക്കലും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതേതൊരാളും വന്ന് തന്നെ അനുഭവിക്കേണ്ട ഒരു ഫീലിംഗ് ആണ്. അവിടെ നിന്നുള്ള അനുഭവം ഓരോ ഭക്തർക്കും വ്യത്യസ്തമായിരിക്കും. എനിക്കുള്ളത് മുത്തപ്പൻ എന്തോ എന്നോട് പറയുക, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാനൊരു മനസ്സിലെ ചിന്തയുമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ബാക്ക് സൈഡിലുള്ള റിവർ വ്യൂ ഞാൻ കണ്ടത്. അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് ബോട്ട് റൈഡിങ് നടക്കുന്നതൊക്കെ ഒരുപാട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് എൻ്റെ കണ്ണിലുടക്കിയ ഒരു പിക്ചറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മളിങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ച് ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോൾ ആ ഒരു പിക്ചറിൽ നോക്കി എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞതും ഞാൻ ആഗ്രഹിച്ചതുമെല്ലാം അത് മുത്തപ്പൻ്റെ കണ്ണിൽ എത്തിയിട്ടുണ്ടെന്ന്. ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ച് വന്ന ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ മുക്കും മൂലയും എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഇപ്പോൾ കാണുന്ന ഈ ഒരു പിക്ചറിൻ്റെ ഒരു ചെറിയ വേർഷൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞ് ഒരു 6:50 സമയമായപ്പോഴാണ് അവിടെ വെള്ളാട്ട് പൂജ നടന്നത്. അവിടെ മുത്തപ്പൻ്റെ വേഷമിട്ട്, മുത്തപ്പൻ തന്നെയാണത്, അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇതിലൂടെ നമുക്ക് തരുന്നത്. വളരെയധികം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഇത്. നിങ്ങൾ ഇവിടെ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു കാര്യവും ഇത് തന്നെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തളിപ്പറമ്പുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്നെപ്പോലെയുള്ളൊരു ശിവഭക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഭൂതിയായിരുന്നു ആദ്യം കണ്ട ഈ ഒരു സ്റ്റാച്ചു. ഞാൻ കുറേ നേരം നിന്ന് ആ ഒരു ഭംഗി ആസ്വദിച്ച് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഏകദേശം അകത്ത് കയറിയ സമയം ഈവനിങ് ടൈം ഒരു 8 o'clock ശേഷമായിരുന്നു. കാരണം സ്ത്രീകൾക്ക് അവിടുത്തെ ലാസ്റ്റ് അത്താഴ പൂജയ്ക്ക് ശേഷമാണ് പ്രവേശനമുള്ളൂ. സോ ഏകദേശം ഒരു 8:30 കഴിയുമ്പോഴാണ് അവസാനത്തെ അത്താഴ പൂജ കഴിയുന്നത്. സോ അകത്ത് നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ പുറത്തുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള ഒരു ക്യാപ്ചർ നടത്തിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഓരോ സ്റ്റോൺസും എനിക്ക് വളരെയധികം അത്ഭുതം തന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും മുത്തപ്പൻ്റെയും മഹാദേവൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ.